ഹായ്, എല്ലാവർക്കും പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള ഇടത്തിക്കാവ് എന്ന സ്ഥലത്ത് പമ്പ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ ഡാമാണ് കേട്ടോ. 2017 ഈ ഡാം നിർമ്മിച്ചത്. ഈ ഡാമിൽ നിന്ന് 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അക്കരെ വശം കാടാണ്, പക്ഷേ ആൾതാമസമൊക്കെ ഉണ്ട്. എന്നാലും ആനയും പന്നിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഡാമിന് തൊട്ട് താഴെയായിട്ട് പെരുന്തേനരുവി വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണത്. അവിടെയും പോയില്ല. ഇനി അടുത്ത തവണ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടവും പെരുന്തേനരുവി ഡാമും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. മഴ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പം വെള്ളം കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനൊക്കെ നീന്താൻ പഠിച്ചത് ഈ പമ്പാ നദിയിൽ, ഈ നദിയിൽ നിന്നാണ്. ചെറുപ്പകാലത്ത് വേനൽക്കാലത്തൊക്കെ ഇവിടെയായിരുന്നു വരാറുണ്ട്. ഇവിടെ മീൻസ് ഈ സ്ഥലമല്ല, ഇവിടുന്ന് മേളിലോട്ട് വേണം. അവിടെ ആയിരുന്നു വരാറുണ്ടായിരുന്നത്. ഒരു വലിയൊരു പ്രളയം ഉണ്ടായ സമയത്തില്ലേ, കുറേ മണൽ കയറി നികന്നാണ് കിടക്കുന്നത്. ഇപ്പം ഇവിടെയൊക്കെ ഭയങ്കര മണലാണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം ശബരിമലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സ്ഥലമൊക്കെ പ്രകൃതി സ്നേഹികൾക്കും പിന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുമൊക്കെ വരാനായിട്ടും കാണാനായിട്ടും പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ. 10.9 മീറ്റർ ഉയരവും 227.5 മീറ്റർ നീളവുമുള്ള ഒരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് കേട്ടോ ഇത്. പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ഇത് നിരവധി സ്ഥലത്തേക്ക് ഇവിടുന്ന് വെള്ളവും എത്തിക്കുന്നുണ്ട് കേട്ടോ, പൈപ്പ് വഴി. പിന്നെ ഇങ്ങോട്ട് എങ്ങനെയാണ് എത്തപ്പെടേണ്ടതെന്ന് വെച്ചാൽ, എരുമേലിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ എരുമേലി, മുക്കൂട്ടുതറ, ചാത്തന്തറ, ഇടത്തിക്കാവ് വരണം. പിന്നെ റാന്നിയിൽ കൂടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ റാന്നി, വെച്ചൂച്ചിറ, അത്തിക്കയം വഴി ഇടത്തിക്കാവ് വരാൻ പറ്റും. നല്ല റോഡ് സൗകര്യമുണ്ട്. കാറിന് വേണമെങ്കിൽ വരാം, ബൈക്ക് എങ്ങനെയാണെങ്കിലും വരാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഗൈസ്? പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ പമ്പാ നദിയിൽ കുളിക്കാനായിട്ടൊക്കെ വരുമ്പോഴത്തേനും തോർത്തൊക്കെ കഴുത്തൊക്കെ ഇട്ടിട്ട് മീനൊക്കെ പിടിച്ചിട്ട് പോകുമായിരുന്നു. അതൊക്കെ ഒരു കാലമാണ്. കുറേ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഈ നദിയിൽ. പിന്നെ ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൽ. കാരണം അവിടെ പാറ എപ്പോഴും ഇങ്ങനെ തെന്നുന്ന പാറകളും പാറയിടുക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ കാലൊന്ന് വഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിവില്ല. പിന്നെ ആ അരുവിയുടെ അവിടെ കാണാനായിട്ട് എന്താ പറയുന്നത്, വളരെ മനോഹരമാണ്. പക്ഷേ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തെത്തപ്പെടാനായിട്ട് ഭയങ്കര പാടാണ്. മഴക്കാല സമയത്ത് അരുവി മൂളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്നാണ് പണ്ട് തൊട്ട് പറയുന്നത്. അപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റാ.